2013 ഫ്ലോറിഡയിലെ ഒരു ജുവനൈൽ ഹോമിലേക്ക് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പോലീസുകാർ കൊണ്ടുപോകുന്നത്. അവൻ ചെയ്ത കുറ്റം കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചു എന്നതായിരുന്നു. ആ ജുവനൈൽ ഹോമിലെ 112 നമ്പർ മുറിയിലേക്കാണ് ആ കുട്ടിയെ അവർ കൊണ്ടുപോകുന്നത്. ഇനി തനിക്ക് പുറം ലോകം കാണാൻ സാധിക്കില്ലെന്നും ഇനി അന്ധകാരത്തിൻ്റെ നാളുകളാണെന്നും വിചാരിച്ചാണ് അവൻ ആ മുറിയിലേക്ക് നടന്നു നീങ്ങിയത്. പക്ഷേ ആ മുറിയിൽ അവനെ കാത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മുറിയിൽ അവനെ കാത്തിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത കാലൻ ലെജൻഡ് എന്ന് വാഴ്ത്തുന്ന ടെംപ്റ്റേഷനായിരുന്നു. അതെ, നമ്മുടെ സ്വന്തം എക്സസസ് ടെംപ്റ്റേഷൻ. ആ 17കാരന് ഒട്ടും മടുപ്പില്ലാത്ത രീതിയിലായിരുന്നു ആ മുറിയിൽ അവൻ്റെ ജീവിതം. കാരണം അവിടെ ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വളരെ പെട്ടെന്ന് സൗഹൃദത്തിലായി. അവർ അവരുടെ ഭാവിയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കേസിൽ ജയിലിലകപ്പെട്ട ഒരു 17 വയസ്സുകാരൻ എന്തൊക്കെ തോന്നലുകൾ ഉണ്ടാകുമോ, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമോ, അതൊന്നുമില്ലാതെയാണ് ആ 17കാരനായി ജയിലിൽ കിടന്നത്. അവനോടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ടെംപ്റ്റേഷൻ. 1996 ഏപ്രിൽ 18 ആ ജുവനൈൽ ഹോമിൽ കഴിയേണ്ടി വന്ന 17കാരൻ ജനിക്കുന്നത്. ആ 17കാരൻ്റെ പേര് സ്റ്റോക്ലി ക്ലെവോൺ ഗോൾബോൾ. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അയാൾക്ക് മറ്റൊരു പേരുകൂടിയുണ്ട്. അയാളെ സംഗീത ലോകം വിളിച്ചിരുന്നത് സ്കൈ മാസ്ക് ദ സ്ലം ഗോഡ് എന്നായിരുന്നു. ആയിരത്തി 1996 ഏപ്രിൽ 18 ഫ്ലോറിഡയിലാണ് അയാൾ ജനിക്കുന്നത്. അങ്ങനെ ആ ജയിലിൽ നിന്ന് സ്കൈ മാസ്കും ടെംപ്റ്റേഷനും പുറത്തിറങ്ങിയ ശേഷം അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. വെരി റെയർ എന്നായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര്. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ അവർ ആദ്യമായിട്ട് ഒരു സോങ് പുറത്തിറക്കുകയാണ്. ആ സോങ്ങിൻ്റെ പേരാണ് ക്യാച്ച് മീ. അത് സൗണ്ട് ക്ലൗഡിലാണ് അവർ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം സ്കൈ മാസ്ക് പല ആർട്ടിസ്റ്റുകളുടെ കൂടെ, അതായത് ലിൽ പമ്പിനെ പോലുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ കൂടെ ഒരു സെക്കൻഡറി ആയിട്ട് നിലനിൽക്കാനായിരുന്നു അവൻ്റെ വിധി. അതായത് ആളുകൾ തിരിച്ചറിയുന്നത് മെയിൻ ആർട്ടിസ്റ്റുകളെ ആയിരുന്നു. സ്കൈ മാസ്കിനെ ആരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ ഓരോന്നായി അവൻ്റെ മുന്നിൽ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 2016 വന്നെത്തുന്നത്. അങ്ങനെ 2016 അവൻ ഇൻഡിവിജ്വലി ഒരു മിക്സ് ടേപ്പ് പുറത്തിറക്കുന്നത്. ആ ഒരു മിക്സ് ടേപ്പിൻ്റെ പേര് ഡ്രൗണിങ് ഡിസൈനർ എന്നായിരുന്നു. അങ്ങനെ ആ മിക്സ് ടേപ്പിലുണ്ടായിരുന്ന ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറയുന്നൊരു സോങ്ങിന്, അവൻ ആദ്യമായിട്ട് ഇൻഡിവിജ്വലി പുറത്തിറക്കിയ സോങ്ങിന് ഗോൾഡ് എന്ന സർട്ടിഫിക്കേഷൻ ലഭിച്ചു. അതിനുശേഷം 2017 വേർസ് ദ ബ്ലോ എന്ന് പറഞ്ഞൊരു മിക്സ് ടേപ്പ് കൂടി അവൻ പുറത്തിറക്കി. പക്ഷേ ആ മിക്സ് ടേപ്പ് മിക്സ്ഡ് റിവ്യൂ ആണ് കിട്ടിയത്. ഒരു ഹിറ്റാട്ടിലേക്കൊന്നും ഇടം പിടിക്കാൻ പറ്റിയൊരു മിക്സ് ടേപ്പ് ആയിരുന്നില്ല 2017 അവൻ പുറത്തിറക്കിയത്. അതിനുശേഷം 2017 തന്നെ റിപ്പബ്ലിക് റെക്കോർഡ്സിൻ്റെ അണ്ടറിൽ അവൻ മറ്റൊരു മിക്സ് ടേപ്പ് കൂടി പുറത്തിറക്കുകയുണ്ടായി. യു വിൽ റിഗ്രറ്റ് എന്നായിരുന്നു ആ ഒരു മിക്സ് ടേപ്പിൻ്റെ പേര്. ആ ഒരു മിക്സ് ടേപ്പ് അവൻ വിചാരിച്ചതിനേക്കാൾ ഉയരത്തിലാണ് വിപണി കീഴടക്കിയത്. അതായത് ആ മിക്സ് ടേപ്പ് കാരണം അവന് 4 ആൾ അറിയുന്നതിന് കാരണമായി. അത് മാത്രമല്ല, അവൻ്റെ കരിയറിലെ ബെസ്റ്റ് എന്ന് പറയുന്നൊരു മിക്സ് ടേപ്പ് ആയിരുന്നു അത്. അവിടെ നിന്നാണ് അവൻ്റെ ഫാൻ ബേസിൻ്റെ തുടക്കം. അതിനുശേഷം 2018 ജ്യൂസ് വേൾഡിനൊപ്പം സ്റ്റോക്ക്ലി എന്ന അവൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ ആൽബം പുറത്തിറക്കുന്നത്. ആ ഒരു ആൽബവും അവൻ വിചാരിച്ചതിനേക്കാൾ ഉയരത്തിലാണ് വന്നത്. കാരണം ബിൽബോർഡിൻ്റെ ഹോട്ട് 200 എന്നൊരു ഇതിൽ അത് സ്ഥാനം പിടിക്കുകയുണ്ടായി. സ്റ്റോക്ക്ലി എന്നൊരു ആൽബത്തിൻ്റെ റിലീസും അത് ഒരു ഹിറ്റാട്ടിൽ ഇടം പിടിച്ചതും അവൻ്റെ ഫാൻ ബേസ് ഇരട്ടിയാവുന്നതിന് കാരണമായി. 2019 അവൻ ഒരു ആൽബം മാത്രമാണ് പുറത്തിറക്കിയത്. ആ ഒരു ആൽബത്തിൻ്റെ പേര് കാർബണേറ്റഡ് വാട്ടർ എന്നായിരുന്നു. അതും ഹിറ്റാട്ടിൽ ഇടം പിടിച്ചതോടെ സ്കൈ മാസ്ക് എന്നൊരു വ്യക്തി ഒരു ആർട്ടിസ്റ്റായിട്ട് വളർന്നു. അതായത് ചെറിയ തട്ടിൽ നിന്നും മേളിലേക്ക് കയറി വരികയായിരുന്നു. അവൻ്റെ കരിയർ അവിടുന്ന് പീക്ക് ലെവലിലേക്ക് മാറുകയായിരുന്നു. 2018 അറ്റ്ലാന്റയിൽ താമസിക്കുമ്പോഴാണ് അവൻ്റെ കരിയറിൽ, അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ ലൈഫിലെ തന്നെ ഒരു മോശം സമയം എന്ന് പറയുന്ന ഒരു സമയം വരുന്നത്. അതായത് അവന് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ സർജറി ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. ആ ഒരു സമയത്ത് അവൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഫാൻ ബേസ് പതിയെ അവനെ കാണാതാവുന്നതോടെ കുറയാൻ തുടങ്ങി. അതിനുശേഷമാണ് 2019 വീണ്ടും ഒരു ആൽബം ഇറക്കി അവൻ്റെ ഫാൻ ബേസും അവൻ ആർട്ടിസ്റ്റാണെന്നുള്ളൊരു കാര്യവും അവൻ ഊട്ടി ഉറപ്പിക്കുന്നത്. അതിനുശേഷം അവൻ്റെ കരിയറിൽ 2 വട്ടം അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒന്നാമത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഒരു കാർ എടുത്തിട്ട് പോയി
പക്ഷേ അവൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ അത് സസ്പെൻഡ് ചെയ്ത ലൈസൻസ് ആയിരുന്നു. ആ ലൈസൻസ് ഉപയോഗിച്ചതിന് അവനെ ജയിലിൽ പിടിച്ചിടുകയാണ്. 2016 ആഗസ്റ്റിലാണ് റോബറിയുടെ പേരിൽ അവനെ ജയിലിൽ കൊണ്ടുപോകുന്നത്. അതായത് മോഷണം, ഒരു വീട്ടിൽ കയറി അവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു എന്നതായിരുന്നു അവനെതിരെ ചുമത്തപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. അതിനുശേഷം ബെയിലെടുത്ത് അവൻ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയുണ്ടായി. സ്കൈ മാസ്ക് ദ സ്ലം ഗോഡ് എന്ന് മാത്രമല്ല, സ്കൈ എന്നും ലിൽ ബേബി വൈപ്പ് എന്നൊക്കെ അവൻ അറിയപ്പെടുന്നുണ്ട്. അവൻ്റെ ജീവിതം തന്നെ മാറ്റിയത് 17-ാം വയസ്സിൽ ആ ജുവനൈൽ ഹോമിൽ കിടക്കേണ്ടി വന്നതെന്നാണ് അവൻ പറയുന്നത്. അതായത് അന്ന് ടെംപ്റ്റേഷനുമായി കൂട്ടുകാരായി, പിന്നീട് അവരെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ അവർ പാട്ടുകൾ റിലീസ് ചെയ്തു. അങ്ങനെ അവൻ്റെ കരിയർ തന്നെ അതോടെ മാറുകയായിരുന്നു. ഇത് പക്ഷേ ആ ഒരു ജുവനൈൽ ഹോമിൽ പോയില്ലായിരുന്നെങ്കിൽ സ്കൈ മാസ്ക് എന്നൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് അറിയത്ത് പോലും ഉണ്ടാവില്ല. അപ്പോൾ സ്കൈ മാസ്ക് ഇപ്പോഴും പാട്ടുകൾ എഴുതുകയും അത് ഫാൻസിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്കൈ മാസ്കിൻ്റെ തുടർച്ചയായുള്ളൊരു റിക്വസ്റ്റ് വന്ന കാരണം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ സ്കൈ മാസ്ക് ഇപ്പോഴും ചെറുപ്പമാണ്. അപ്പോൾ അവൻ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പാട്ടുകൾ എല്ലാവരും ആസ്വദിക്കുക. അപ്പോൾ കുട്ടപ്പായ്ക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, കുട്ടപ്പ എപ്പോഴും പറയുന്ന കാര്യമാണ്, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാക്കുക. അപ്പോൾ കുട്ടപ്പയുടെ പരിപാടി ഗംഭീരവും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരെയും ഇറ്റ്സ് മീ കുട്ടപ്പായ് സൈനിങ് ഔട്ട്.